ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം സിമുലേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ? സിമുലേഷന്റെ രണ്ട് പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് സിമുലേഷന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ളതും അത്യാവശ്യം പാടുള്ളതുമായിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നൈസായിട്ട് അങ്ങ് ചെയ്യാം. എന്താ, റെഡിയാണോ? റെഡിയാണ്. നിങ്ങൾ റെഡിയാണെന്ന് എനിക്കറിയാം. എല്ലാവരും ബുക്കും അതുപോലെ പെൻസിലും പേനയും റബ്ബറും കട്ടറും എല്ലാം എടുത്ത് വെച്ചിട്ടിരിക്കുക കേട്ടോ. നമുക്ക് ബുക്കിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. എക്സാമിന്റെ സമയത്ത് അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. കാര്യങ്ങളൊന്നും അധികം നോക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം മനസ്സിലാവണം. ആ രീതിയിൽ നിങ്ങൾ എക്സാമിന്റെ സമയത്ത് എഴുതിയാൽ മതിയാവും. പക്ഷെ ബുക്കിൽ എഴുതുമ്പോൾ നീറ്റ് ആയിരിക്കണം. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ഔട്ട്സൈഡിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആണ്. നമുക്ക് ചെയ്യാം. ദാ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ആ പ്രോബ്ലം. നിങ്ങളൊന്ന് എഴുതിയെടുക്കാം. ഒരു 5 മിനിറ്റ് സമയം തരാം, നിങ്ങൾ വേഗം എഴുതിയെടുക്കുക കേട്ടോ. എ കാർ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് പറയാൻ തുടങ്ങുന്ന ആ ഒരു പ്രോബ്ലം ടെക്സ്റ്റിലില്ല, അല്ലാതുള്ള ഒരു പ്രോബ്ലമാണ്. എഴുതിയെടുത്തോ. എവിടെയെങ്കിലും വായിച്ചു തരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, വായിച്ചു തരാം. എ കാർ മാനുഫാക്ചറിംഗ് കമ്പനി manufactures 40 cars per day. 40 cars per day. The sales of car depend upon demand, which has the following distribution. The sales of car depends upon demand, which has the following distribution. സെയിൽ ഓഫ് കാറും അതിന്റെ പ്രോബബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 കോളം വരച്ച് വൃത്തിയായിട്ട് തന്നെ എഴുതുക. സെയിൽ ഓഫ് കാർ പ്രോബബിലിറ്റി. സെയിൽ ഓഫ് കാറും പ്രോബബിലിറ്റി എഴുതിയോ? സെയിൽ ഓഫ് കാറും പ്രോബബിലിറ്റി എഴുതിയോ? സെയിൽ ഓഫ് കാർ ഞാനൊന്ന് വായിച്ചേക്കാം. 37, 38, 39, 40, 41, 42. പ്രോബബിലിറ്റി 0.10, 0.15, 0.20, 0.35, 0.15, 0.05. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ വേണം, എന്നാലേ പറ്റുള്ളൂ. പുറത്തുനിന്നുള്ള പ്രോബ്ലം അല്ലേ, അപ്പൊ നിങ്ങൾ എഴുതുക. ബാക്കി വായിക്കാം. The production cost and sales price of each car are 4 lakh and 5 lakh respectively. The production cost and sales price of each car are 4 lakh and 5 lakh respectively. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് 4 ലാഖും സെയിൽസ് പ്രൈസ് 5 ലാഖുമാണ്. എഴുതിയോ? എഴുതി. Any unsold car to be disclosed at a loss of 2 lakh per car. Any unsold car to be disclosed at a loss of 2 lakh per car. Disclosed at a loss of 2 lakh per car. There is a penalty of 1 lakh per car. There is a penalty of 1 car per car. 1 lakh per car. There is a penalty of 1 lakh per car if the demand is not met. There is a penalty of rupees 1 lakh per car if the demand is not met.
Record using the following random numbers. Estimate the total profit or loss for the company for the next 10 days. Requirement എഴുതിയിരിക്കുകയാണ്. Using the following random numbers. കുറച്ച് random numbers താഴെ തന്നിട്ടുണ്ട്. Estimate the total profit or loss for the company for the next 10 days. അടുത്ത 10 ദിവസത്തേക്ക് വരുന്ന അവരുടെ ആ ഒരു പ്രോഫിറ്റോ ലോസോ എന്താണോ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുപയോഗിച്ച്? താഴെ കുറച്ച് റാൻഡം നമ്പേഴ്സ് കണ്ടിട്ടുണ്ട്, അത് ഉപയോഗിച്ചു. Record using the following random numbers, estimate the total profit or loss for the company for the next 10 days. ഓക്കെ, കുറച്ചുകൂടെ ഉണ്ട്. റാൻഡം നമ്പേഴ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. റാൻഡം നമ്പേഴ്സ് എഴുതിയെടുക്കുക. 9, 98, 64, 98, 01, 78, 10, 15, 90. 9 ഒന്നുകൂടെ പറയാം. 9, 98, 64, 98, 94, 01, 78, 10, 15, 90. If the company decided to produce 39 car per day, if the company decided to produce 39 car per day, what will be its impact on profitability? ആദ്യം പറഞ്ഞ 40 കാർ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലാണ്. ഇവിടെ പറയുന്നു 39 കാർ പെർ ഡേ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്, അതുകൂടെ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. 40 കാർ പെർ ഡേ വരുന്നത് ചെയ്ത് നോക്കണം, അതുപോലെ 39 കാർ പെർ ഡേ വരുന്നത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാം, ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയോ? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങളിതാ സെയിൽ ഓഫ് കാറും പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. റേഞ്ച് കണ്ടുപിടിക്കണം. അതിനായി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരയ്ക്കുക. 4 കോളവും ഒരു 2, 4, 6 റോയുമുള്ള ഒരു ടേബിൾ വരയ്ക്കാം. ഈ ടേബിൾ വരയ്ക്കാം. സെയിൽ ഓഫ് കാർ, പ്രോബബിലിറ്റി കാണുന്നുണ്ടല്ലോ അല്ലെ? പ്രോബബിലിറ്റി, പിന്നെന്താ സെക്കൻഡ് ലാസ്റ്റ് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി. ക്യുമുലേറ്റ് ചെയ്ത് എഴുതണ്ടേ? മറന്നുപോയോ? മറന്നു പോകരുതേ. ദെൻ റേഞ്ച് അല്ലെ? സെയിൽ ഓഫ് കാർ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന അതേ ഫിഗേഴ്സ് എടുത്ത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യുക. 37, 38, 39, 40, 41, 42. പ്രോബബിലിറ്റി കോപ്പി പേസ്റ്റ് ചെയ്യുക. 0.10, 0.15, 0.20, 0.35, 0.15, 0.05. ക്യുമുലേറ്റ് ചെയ്ത് എഴുതാൻ അറിയാമല്ലോ. ആദ്യത്തെ റോയിൽ സെയിം തന്നെ ആയിരിക്കും, 0.10 തന്നെ ആയിരിക്കും. ദെൻ ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. എത്ര വരും? 0.25, 0.45, 0.80 അല്ലേ? 0.95, 1. ഇവിടെ 1 വരണം. 1 വന്നാലേ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എഴുതിയത് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. റേഞ്ച് കണ്ടുപിടിക്കുക. റേഞ്ച് ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ല അല്ലെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0 to 9 വരും അല്ലെ? ദെൻ 10 to ഇതിന് തൊട്ട് മുമ്പത്തെ നമ്പർ 24 വരും. ഇതിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ വരും 24. ഇവിടെ 25. 45ന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ 44, 45. 80യുടെ തൊട്ട് മുമ്പത്തെ നമ്പർ 79, 80. 95ന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ എത്ര? 94, 95, 99. കണ്ടോ? ഇപ്പൊ ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത്രയും സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പ്രാക്ടീസ് ആകുന്ന തോറും ഇതൊക്കെ നടക്കുള്ളൂ. ഓക്കെ, റേഞ്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് വരികയാണ്. നമ്മൾ സിമുലേറ്റഡ് ഡാറ്റ എഴുതാൻ പോവാണ്. സിമുലേറ്റഡ് ഡാറ്റ. ഓക്കെ, നമ്പേഴ്സ്. എത്ര റാൻഡം നമ്പേഴ്സ് ഉണ്ട്? 10 റാൻഡം നമ്പേഴ്സ് ഉണ്ട് അല്ലെ? സോ സീരിയൽ നമ്പേഴ്സ് ഇട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റാൻഡം നമ്പേഴ്സ് ഏതൊക്കെ? റാൻഡം നമ്പേഴ്സ് ഏതൊക്കെയാണ്? റാൻഡം നമ്പേഴ്സ് 9, 98, 64, 98, 94, 01, 78, 10,
1590. ശരിയല്ലേ? ഡിമാൻഡ് എഴുതണം. കറസ്പോണ്ടിങ് ഡിമാൻഡ്. കറസ്പോണ്ടിങ് ഡിമാൻഡ് എഴുതണം. റാൻഡം നമ്പർ എത്രയാ? റാൻഡം നമ്പർ എത്രയാ? 9 ആണ്. റാൻഡം നമ്പർ 9 ആണ്. 9 ഇതിൽ ഏത് റേഞ്ചിൽ വരുന്നയാ? ഏത് റേഞ്ചിൽ വരുന്നയാ? 9 ദാ ഫസ്റ്റ് റേഞ്ചിൽ തന്നെ വരുന്നതാണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിൽ ഓഫ് കാർ എഴുതുക. അതാണ് ഡിമാൻഡ്. 37. ദെൻ 98. 98 ഏത് റേഞ്ചിൽ വരുന്ന? നോക്കിയേ, 98 ദാ ഇതിനകത്ത് വരുന്നല്ലേ, 42. കറസ്പോണ്ടിങ് 42. ദെൻ 64. 64 64 എവിടെ വരുന്നത്? ദാ ഇവിടെ അല്ലേ, 40 വരുന്നല്ലേ. ഓക്കെ, ഈ മാതിരി എല്ലാം ഒന്ന് ഫില്ല് ചെയ്തേ നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന. ശരിയല്ലേ? ഓക്കെ, ഡിമാൻഡ് നമുക്ക് കിട്ടി. ഇനി സപ്ലൈ നോക്കാം. സപ്ലൈ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്ര കാർ അവർ ആദ്യമേ പർച്ചേസ് ചെയ്യുന്നത്, സോറി മാനുഫാക്ചർ ചെയ്യുന്നത്? എ കാർ മാനുഫാക്ചറിംഗ് കമ്പനി മാനുഫാക്ചേഴ്സ് 40 കാർസ് പെർ ഡേ. സോ എല്ലായിടത്തും 40 എഴുതുക. എല്ലായിടത്തും 40 എഴുതുക. എല്ലാ കോളത്തിലും 40 എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കളികളിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇച്ചിരി സൈഡിലേക്ക് മാറ്റുകയാണ്. അവിടെ കിടന്നോട്ടെ. ഓക്കെ, നമുക്ക് ഇവനെ ഇവിടെ വേണം. ഓക്കെ, ക്വസ്റ്റിനിലേക്കും കൂടെ കണ്ണു വരണേ. ക്വസ്റ്റിനിലേക്ക് കൂടെ നിങ്ങളുടെ കണ്ണ് വരണം. നോക്കുക, സപ്ലൈ 40 ഉണ്ട്. സപ്ലൈ 40 ഉണ്ട്. ആദ്യത്തെ കാര്യമാണ് പറയുന്നത്. നമ്പർ 1, സപ്ലൈ എത്ര ഉണ്ട്? 40 ഉണ്ട്. ഡിമാൻഡ് 37 ഉള്ളൂ. എത്ര ആയിരിക്കും വിൽക്കുക? സപ്ലൈ 40 ഉണ്ട്, ഓക്കെ, സമ്മതിച്ചു. ഡിമാൻഡ് എത്രയേ ഉള്ളൂ? 37 ഉള്ളൂ. അപ്പൊ എത്ര വിൽക്കാൻ പറ്റുള്ളൂ? 37 വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? അതായത് 37 ലാഖേ വിൽക്കാൻ പറ്റുള്ളൂ. ശരിയാണോ പറഞ്ഞത്? ആണല്ലോ, 37 ലാഖ്. സംശയം ഉണ്ടോ ഇതില്? ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്പർ 1, സപ്ലൈ ഇവിടെ 40 ആണ്, ഡിമാൻഡ് 37 ഉള്ളൂ. അപ്പൊ അത്രയല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഡിമാൻഡ് എത്രയുണ്ടോ അത്രയെല്ലാം വിൽക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ പറഞ്ഞു? സോ 37 ലാഖ് ആണ്. 37 into 1 അല്ലേ? 37 ആണ് കാറിന്റെ എണ്ണം. എത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കുന്നത്? നിങ്ങൾ ക്വസ്റ്റിനിലേക്ക് വരിക. ക്വസ്റ്റിനിലേക്ക് ഒന്ന് വന്നേ. പ്രൊഡക്ഷൻ കോസ്റ്റും സെയിൽസ് പ്രൈസും തന്നിട്ടുണ്ട്. ഇല്ലേ? പ്രൊഡക്ഷൻ കോസ്റ്റും സെയിൽസ് പ്രൈസും തന്നിട്ടുണ്ട്. സെയിൽസ് പ്രൈസ് എത്ര? ആ പറഞ്ഞു, 5 ലാഖ് അല്ലേ? 5 ലാഖ് അല്ലേ? പ്രൊഡക്ഷൻ കോസ്റ്റ് താഴെ എഴുതിക്കോ. പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര? 4 ലാഖ്. സോ പ്രോഫിറ്റ് എത്രയാണ്? 1 ലാഖ്. അല്ലേ? ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ 37 കാർസ് 1 ലാഖ് പ്രോഫിറ്റിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വരും? 37 ലാഖ് വരത്തില്ലേ? 37 ലാഖ് വരത്തില്ലേ? വരുമല്ലോ. സപ്ലൈ കൂടി നിൽക്കുകയാണ് അല്ലെ? അതായത് ഒരു 3 കാറ് വിൽക്കാതെ പോവാണ്. അൺസോൾഡ് ആയിട്ട് പോവാണ്. 3 കാർ അൺസോൾഡ് ആണ്. അൺസോൾഡിനെ പറ്റിയിട്ട് അവർ എന്തോ പറയുന്നുണ്ടല്ലോ, നോക്കി. അൺസോൾഡ് കാർ ടു ബി ഡിസ്ക്ലോസ്ഡ് അറ്റ് എ ലോസ് ഓഫ് 2 ലാഖ് പെർ കാർ.
3 കാറുകളാണ് അൺസോൾഡ് വന്നത്. 3ഉം ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എത്ര രൂപ ലോസിനാ? 2 lakh ലോസിനാണ് വിൽക്കേണ്ടത്. സോ 2 6 ലക്ഷം രൂപ നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കണം. മനസ്സിലായോ? 37 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപ കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 31 ലക്ഷം അല്ലെ? ശരിയല്ല ഞാൻ പറഞ്ഞേ? 31 ലക്ഷം, 31 lakh. ഇതാണ് ഇവിടെ എഴുതേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. അടുത്തത് നമ്മൾ താഴോട്ട് നമ്മൾ ഒരുമിച്ചാ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. സപ്ലൈ 40 ആണ്, ഡിമാൻഡ് 42 ഉണ്ട്. സപ്ലൈ രണ്ടാമത്തെ നമ്പർ എടുക്കുമ്പോൾ സപ്ലൈ 40 ആണ്, ഡിമാൻഡ് 42 ഉണ്ട്. എത്ര വിൽക്കാൻ പറ്റുള്ളൂ? 40 വിൽക്കാൻ പറ്റത്തുള്ളൂ. 40 ഉണ്ടാക്കുന്ന സമയത്ത് 42ന്റെ ഡിമാൻഡ് വന്നു. എത്ര നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ? 40 വിൽക്കാൻ പറ്റത്തുള്ളൂ. സോ 40 into 1 lakh പ്രോഫിറ്റ്. അങ്ങനെ എത്ര വരും? എത്ര വരും? ഒരു 0 കൂടി പോയല്ലേ? സോ എത്ര വരും? പറഞ്ഞു. 40 ലക്ഷം അല്ലേ? 40 ലക്ഷം. ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 2 കാറ് ഡിമാൻഡ് ഉണ്ടായിരുന്നു, 2 കാറിനൂടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം 40യെ സപ്ലൈ ചെയ്തിട്ടുള്ളൂ, 40യെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെനാൽറ്റി എന്നോ വല്ലതും നോക്കിക്കേ. ദർ ഇസ് എ പെനാൽറ്റി ഓഫ് 1 lakh per car if the demand is not meet. പെനാൽറ്റി ഉണ്ട്. എത്ര രൂപ? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ പെനാൽറ്റി ഉണ്ട്. സോ 2 ലക്ഷം രൂപ, 2 കാറുകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് 2 ലക്ഷം രൂപ ഈ 40 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ എത്ര വരും ഇവിടെ? എത്ര വരും? 38 lakh. കണ്ടോ? അടുത്തത് നോക്കാം. നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്ക്. 40 സപ്ലൈ ഉണ്ട്, 40 ഡിമാൻഡും ഉണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത്? 40 വിൽക്കും അല്ലെ? 1 lakh, 40 lakh. ഇവിടെ എന്താ? പ്രോഫിറ്റും വേറെ ലോസും കാര്യങ്ങളും ഒന്നും ഇല്ല കുറയ്ക്കാൻ, പെനാൽറ്റി ഒന്നും ഇല്ല. കറക്റ്റ് സപ്ലൈ, കറക്റ്റ് ഡിമാൻഡ്. സോ എത്ര രൂപ നമുക്ക് കിട്ടും? പ്രോഫിറ്റ് 40 lakh കിട്ടും. ഇവിടെ വരുമ്പോഴോ 40 ആണ് സപ്ലൈ, 42 ഡിമാൻഡ്. 40 സപ്ലൈ, 42 ഡിമാൻഡ്. എത്ര വിൽക്കാൻ പറ്റുള്ളൂ? 40 വിൽക്കാൻ പറ്റുള്ളൂ. എത്ര വരും? 40 ലക്ഷം. രണ്ട് കാറിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ പെനാൽറ്റി വരും. 2 കാറിന് എത്ര രൂപ വെച്ച്? 1 ലക്ഷം രൂപ വെച്ച്. സോ 2 ലക്ഷം രൂപ മൈനസ് ചെയ്യണം. 40 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം മൈനസ് ചെയ്യേണ്ടി വരും. സോ എത്ര വരും? 38 ലക്ഷം. അടുത്തത് സപ്ലൈ 40, ഡിമാൻഡ് 41. ഉണ്ടാക്കുന്നത് 40, പക്ഷെ ആവശ്യക്കാർ 41. അപ്പൊ എന്ത് ചെയ്യും? എത്ര കൊടുക്കാൻ പറ്റും? 40 into 1 കൊടുക്കാൻ പറ്റുള്ളൂ. 40 കാറ് 1 ലക്ഷം രൂപ പ്രോഫിറ്റില് അല്ലെ? എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും അപ്പം? 40 ലക്ഷം രൂപ. ഒരു കാറിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഒരു കാറിന് 1 ലക്ഷം രൂപ. അങ്ങനെ 1 ലക്ഷം രൂപ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും. സോ എത്ര വരും? 39 lakh അല്ലെ? 40 lakhിൽ നിന്ന് 1 lakh മൈനസ് ചെയ്യേണ്ടി വരും. അങ്ങനെ 39 lakh വരും. ദെൻ സപ്ലൈ 40, ഡിമാൻഡ് 37. സപ്ലൈ 40 ഉണ്ട്, ഡിമാൻഡ് 37 ഉള്ളൂ. അപ്പൊ എത്ര വിൽക്കാൻ പറ്റത്തുള്ളൂ? 37 അല്ലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. ഡിമാൻഡ് 37 ഉള്ളൂ. അപ്പൊ എങ്ങനെ 40 വിൽക്കാൻ പറ്റുന്നത്? പറ്റത്തില്ല. 37 ഡിമാൻഡ് ഉള്ളെങ്കിൽ 37 വിൽക്കാൻ പറ്റത്തുള്ളൂ. സോ 37 into 1 എത്ര രൂപ? 37 ലക്ഷം രൂപ കിട്ടും. 37 ലക്ഷം രൂപ കിട്ടിയേ. സപ്ലൈ കൂടി നിൽക്കുക. അപ്പൊ എന്ത് ചെയ്യും? സപ്ലൈ എന്ന് പറഞ്ഞാൽ കാറ് വിൽക്കാനായിട്ട് വീണ്ടും നിൽക്കുക. അൺസോൾഡ് ആണ്. അൺസോൾഡ് കാർ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? 3 കാർ എന്ത് ചെയ്യണം? പറഞ്ഞു. 3 കാർ എന്ത് ചെയ്യേണ്ടി വരും? എത്ര അൺസോൾഡ് കാർ വിൽക്കുന്നത്? 2 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ 6 ലക്ഷം രൂപ മൈനസ് ചെയ്യണ്ടേ? പെനാൽറ്റി അല്ല, അൺഡിസ്ക്ലോസ്ഡ് കാർ എത്ര രൂപ ലോസ് വിൽക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? 2 ലക്ഷം രൂപ ലോസിൽ വിൽക്കും. അപ്പൊ 37 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപ കുറയും.
അങ്ങനെ എത്ര ആവും? 31 ലക്ഷം ആവും. അടുത്ത 40 ഒന്നും പറയാനൊന്നുമില്ല, 40 ലക്ഷം തന്നെ. 40 38, സപ്ലൈ 40 ഉണ്ട്, ഡിമാൻഡ് 38 ഉള്ളൂ. അപ്പൊ എത്ര വിൽക്കാൻ പറ്റത്തുള്ളൂ? 38 വിൽക്കാൻ പറ്റത്തുള്ളൂ. 38 ലക്ഷം. അൺസോൾഡ് കാർ ഉണ്ട്, എത്ര എണ്ണം? 2 എണ്ണം. അൺസോൾഡ് കാർ 2 ലക്ഷം രൂപ ലോസിൽ വിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എത്ര വരും? പറഞ്ഞു, 4 ലക്ഷം രൂപ കുറയ്ക്കണ്ടേ? 38 4 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 34 ലക്ഷം അല്ലെ? ശരിയല്ലേ? 34 ലക്ഷം. ഇവിടെ എല്ലാം അത് തന്നെ, 34 ലക്ഷം. സിറ്റുവേഷൻ സെയിം ആണ്, 34 ലക്ഷം. ഇതെല്ലാം ഒന്ന് കൂട്ടിയാൽ മതി. ഈ ഒരു കോളം മുഴുവനും ഒന്ന് കൂട്ടുക. ഈ ഒരു കോളം മുഴുവൻ ഒന്ന് കൂട്ടിക്കേ. പ്രോഫിറ്റ് എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. എത്ര വരും നോക്കിയേ. ഏകദേശം 3,59,00,000 രൂപ വരും. 3,59,00,000. മനസ്സിലായോ പറഞ്ഞേ? സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് ചോദ്യത്തിന് ആൻസർ കിട്ടി. ഇതാണ് ഓപ്ഷൻ എ. ഇതായിരുന്നേ, ഓപ്ഷൻ എ ഇതായിരുന്നു. അതായത് 40 കാറ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര? 10 ഡേയിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 3,59,00,000. നമ്മളോട് ഓപ്ഷൻ ബി കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സപ്ലൈ എത്രയുണ്ട്? 40 അല്ല, 39 ആണ് അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 40 എല്ലാം മാറ്റിയിട്ട് അവിടെ എത്ര എഴുതുക? 30 എഴുതുക. 39 എഴുതുക. 30 അല്ല, 39 എഴുതുക. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ബോക്സ് വരയ്ക്കപ്പോഴത്തേക്ക് ഓപ്ഷൻ ബി എന്ന് എഴുതി വീണ്ടും ബോക്സ് വരയ്ക്കുക കേട്ടോ. അതിൽ കുറവൊന്നും വരുത്തണ്ട, നീറ്റായിട്ട് തന്നെ പോട്ടെ. വേഗം വരച്ചോ. ഓപ്ഷൻ ബി ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ സപ്ലൈയില് 39. വരച്ചോ. വരച്ചല്ലോ, നമുക്ക് ചെയ്യാം. പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. സപ്ലൈ ഫസ്റ്റ് നമ്പർ 1 സപ്ലൈ 39 ആണ്, ഡിമാൻഡ് 37 ആണ്. എത്ര വിൽക്കാൻ പറ്റും? 37 വിൽക്കാൻ പറ്റും. 37 കാറുകൾ 1 ലക്ഷം രൂപ പ്രോഫിറ്റിൽ വിൽക്കുന്നു. മൈനസ് 2 കാറുകൾ അൺസോൾഡ് ആണ്. 2 കാറുകൾ അൺസോൾഡ് ആണ് അല്ലെ? 2 കാറുകൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം? എത്ര രൂപ ലോസിന് സെയിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 ലക്ഷം രൂപയ്ക്ക്. സോ എത്ര വരും? ബാലൻസ് എത്ര വരും? 37 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം പോകുമ്പോ അല്ലെ? 7
4 ലക്ഷം പോകണം. 4 ലക്ഷം പോകുമ്പോ എത്ര വരും? 33 ലക്ഷം അല്ലെ, 33 ലാക്ക് വരും. അടുത്ത 39 ആണ് സപ്ലൈ. രണ്ടാമത്തെ നമ്പർ 39 ആണ് സപ്ലൈ. രണ്ടാമത്തെ ഡേ, ഇവിടെ നമ്പർ എന്നല്ല, ഡേ എന്ന് വേണം നിങ്ങൾക്ക് പറയാം, ഡേ എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഡേയിൽ 39 ആണ് സപ്ലൈ, 42 ഡിമാൻഡ് ഉണ്ട്. എത്ര വിൽക്കാൻ പറ്റും? 39 വിൽക്കാൻ പറ്റുള്ളൂ. 39 വിൽക്കാൻ പറ്റുള്ളൂ. അല്ല, ശരിയല്ല പറഞ്ഞേ? ആണ്. 3 കാറിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ പെനാൽറ്റി വരും. എത്ര രൂപ? 1 ലക്ഷം രൂപ വീതം. 3 കാറിന് 1 ലക്ഷം രൂപ വീതം പെനാൽറ്റി അടക്കേണ്ടി വരും. 39 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം പോകുമ്പോ അല്ലെ, 19 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം പോകുമ്പോ 36 ലക്ഷം രൂപയെ വരുള്ളൂ പ്രോഫിറ്റ്. അടുത്ത നോക്കി, തേർഡ് ഡേ. ഇവിടെ നമ്പർ മാറ്റി ഡേ എന്ന് കൊടുത്തു കേട്ടോ, അതായിരിക്കും നല്ലത്. ഡേ എന്ന് കൊടുത്തു, അതാണ് ശരി. $39 സപ്ലൈ, 40 ഡിമാൻഡ്. എത്ര വിൽക്കാൻ പറ്റത്തുള്ളൂ? 39 വിൽക്കാൻ പറ്റത്തുള്ളൂ. 40 വിൽക്കാൻ പറ്റുമോ? ഉണ്ടാക്കുന്നതല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. സോ 39 വിൽക്കാൻ പറ്റുള്ളൂ. 1 ലക്ഷം രൂപ പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. സോ ഒരു ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല, ഒരു കാറിന്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല, ഒരു കാറിന്റെ. അങ്ങനെയാണെങ്കിൽ പെനാൽറ്റി വരും അല്ലെ. എത്ര രൂപ വരും പെനാൽറ്റി? 1 ലക്ഷം രൂപ വരത്തില്ലേ? പെനാൽറ്റി വന്നല്ലേ? ആ. സോ 39 38 ലക്ഷമാണോ? 38 ലക്ഷം. സിമ്പിൾ. അടുത്ത 39 കാർ സപ്ലൈ ചെയ്യുന്നു. 41 ഉണ്ട്, 42 ഉണ്ട് ഡിമാൻഡ്. 39 സപ്ലൈ, 42 ഡിമാൻഡ്. എത്ര വിൽക്കാൻ പറ്റുള്ളൂ? 39 അല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. 42 ഡിമാൻഡ് ഉണ്ട്. സോ 3 കാറ് എന്താണ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 3 കാറിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെനാൽറ്റി വരും 1 ലക്ഷം രൂപ വരും. 3 × 1 എത്ര വരും? 36 ലാക്ക്. ശരിയല്ലേ? അടുത്തത് 39 സപ്ലൈ ഉണ്ട്, 41 ഡിമാൻഡ് ഉണ്ട്. എത്ര വിൽക്കാം? 39 വിൽക്കാം. 40 2 കാറിന്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 കാറിന്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പെനാൽറ്റി എത്ര രൂപ? 1 ലക്ഷം രൂപ. കുറച്ച് എത്ര വരും? 37 ആണോ? അതെ, 37 ലക്ഷം. 39 സപ്ലൈ, 37 ഡിമാൻഡ്. എത്ര വിൽക്കാം? 39 സപ്ലൈ ഒക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ഡിമാൻഡ് എത്രയേ ഉള്ളൂ? 37 ഉള്ളൂ. അപ്പൊ 37 വിൽക്കാൻ പറ്റത്തില്ല. അൺസോൾഡ് ആയിട്ടുള്ള കാർ എന്ത് ചെയ്യണം? എത്രണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 ലക്ഷം രൂപ ലോസിൽ വിൽക്കണമെന്നാ പറയുന്നത്. 2 ലക്ഷം രൂപ ലോസിൽ 2 കാർ വിറ്റ് കളയണം. എത്ര വരും? 37 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപ കുറയ്ക്കണം അല്ലെ. 33 അല്ലേ? 33 ലക്ഷം. 39, 40, 38 ലക്ഷം. ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ, മുകളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 39, 38 അത് ചെയ്തിട്ടില്ല അല്ലെ. 39 സപ്ലൈ, 38 ഡിമാൻഡ്. 39 സപ്ലൈ ഉണ്ട്, പക്ഷെ ഡിമാൻഡ് എത്രയേ ഉള്ളൂ? 38 ഉള്ളൂ. അപ്പൊ 38 വിൽക്കാൻ പറ്റത്തുള്ളൂ. അൺസോൾഡ് ആയിട്ടുള്ള ഒരു കാർ ഉണ്ട്, അതെന്ത് ചെയ്യണം? 2 ലക്ഷം രൂപ ലോസിൽ വിൽക്കാം. എത്ര വരും? 38 ലക്ഷം, 36 ലക്ഷം അല്ലെ. 36 ലക്ഷം. ഇവിടെ 36 ലക്ഷം, ഇവിടെ 36 ലക്ഷം. ഇനി ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കി, പ്രോഫിറ്റ് എല്ലാം ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കി. ത്രീ ക്രോർ 59 ലാക്ക് തന്നെ വരും അല്ലെ. 3,59,00,000 തന്നെ വരും അല്ലെ. സോ നമുക്ക് പറയാം, പെർ ഡേ സപ്ലൈ കുറച്ചാലും പ്രൊഡക്ഷൻ കുറച്ചാലും, അതായത് 40യിൽ നിന്ന് 39 ആക്കിയാലും അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ അത് അഫക്ട് ചെയ്യുന്നില്ല, ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല.
പെർ ഡേ 39 കാർ ഉണ്ടാക്കിയാലും അവർക്ക് 10 ഡേ ആവുമ്പോൾ ഒരു 3,59,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. 40 ലാക്ക് ആയിരുന്നപ്പോഴും അത്ര തന്നെയായിരുന്നു. 39 കാർ ആകുമ്പോൾ അത്ര തന്നെ. ഓക്കെ, എങ്ങനെയുണ്ട് പ്രോബ്ലം? വലിയ പ്രശ്നമില്ല അല്ലെ? വലിയ പ്രശ്നമില്ല. പിന്നെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ സെയില്, പ്രോഫിറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, അതൊക്കെ ഇങ്ങനെ, അതുപോലെ സപ്ലൈ, ഡിമാൻഡ്, ഇതൊക്കെ ശരിക്കും മനസ്സിരുത്തി തന്നെ പഠിക്കണം കേട്ടോ. സോ ഈ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോവുക. ഇത്തരത്തിലുള്ള പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോവുക. ഓക്കെ, പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ? എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ഇനി നമുക്ക് ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് ചെയ്യാം. ഇലിസ്ട്രേഷൻ 70. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, അതിന്റെ രീതികളൊന്നും, ആൻസർ മാത്രം തന്നിട്ടുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് വന്നത് എന്നൊന്നും ടെക്സ്റ്റിൽ ഇല്ല. നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. എഴുതിയിടാൻ പറ്റുമെങ്കിൽ എഴുതിയിടുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് മുന്നിൽ വെച്ച് നോക്കിയാലും മതി. എന്തായാലും ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു. വായിച്ചോ? ഇവിടെ ബുക്ക് സ്റ്റോറിന്റെ കാര്യമാണ് പറയുന്നത്. ബുക്ക് സ്റ്റോറിന്റെ കാര്യം നമുക്ക് ചെയ്യാം. ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ ഇവരിവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യം റേഞ്ച് കണ്ടുപിടിക്കണം. റാൻഡം നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്, 10 റാൻഡം നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡിമാൻഡും പ്രോബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ റേഞ്ച് ഒന്ന് കണ്ടുപിടിക്കുക. ആദ്യം നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് കണ്ടുപിടിച്ച് വേഗം. റേഞ്ച് കണ്ടുപിടിച്ച് ഡിമാൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതേപടി കോപ്പി ചെയ്തോളൂ. ഡിമാൻഡും പ്രോബബിലിറ്റി. Probability 0.05, 0.10, 0.30, 0.45, 0.10. ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. 0.05, 0.15, 0.45, 0.901. റേഞ്ച് പെട്ടെന്ന് എഴുതിയ റേഞ്ച് ഒക്കെ എങ്ങനെ വരും? 4 അല്ലേ? 5, 14, 15, 44, 45, 89, 90, 99. ശരിയല്ലേ? സ്പീഡ് കൂടി കണ്ടോ? നിങ്ങളെ പഠിപ്പിക്കുമ്പോ എനിക്കും സ്പീഡ് കൂടും, പഠിപ്പിക്കുമ്പോ ഒന്നുകൂടെ സ്പീഡ് കൂടും. ഇവിടെ 2 ഓപ്ഷൻ ചെയ്യാനുണ്ട് കേട്ടോ, 2 ഓപ്ഷൻ ചെയ്യാനുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്.
ഓപ്ഷൻ എ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഒരു 7 കോളം ഉള്ള ബോക്സ് വരയ്ക്കണം കേട്ടോ. നിങ്ങളും വരച്ചോ. റേഞ്ച് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ ഇതാ 7 കോളവും 10 റോയും 7 കോളം 10 റോയും ഉള്ള ഒരു ടേബിൾ വരയ്ക്കും. ഞാൻ വരച്ചു, നിങ്ങൾ വരച്ചോ. വരച്ചോ വരച്ചോ വരച്ചോ. എന്താ പറയുന്നു? എങ്കിൽ ഡേ അതേപോലെ കൊടുത്തോളൂ. ഡേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റാൻഡം നമ്പേഴ്സ്. റാൻഡം നമ്പേഴ്സ് പറഞ്ഞേ. 89, 34, 70, 63, 61, 81, 39, 16, 13, 73. കറസ്പോണ്ടിങ് ഡിമാൻഡ് കണ്ടുപിടിക്കണേ. റേഞ്ച് കണ്ടുപിടിച്ച ടേബിൾ നമ്മുടെ കിടപ്പുണ്ട്, ഇതാ കിടക്കുന്നു. റാൻഡം നമ്പർ ഉപയോഗിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് കണ്ടുപിടിക്കുക. 89 എന്ന് പറയുന്ന റാൻഡം നമ്പർ ഏത് റേഞ്ചിൽ വരുന്ന? 89 ദാ ഈ റേഞ്ചിൽ വരുന്നതല്ലേ. കറസ്പോണ്ടിങ് ഡിമാൻഡ് എത്രയാണ്? 3 ആണ്. 34 എന്ന് പറയുന്ന നമ്പറോ? സെക്കൻഡ് ഡേയിലെ 34 എന്ന് പറയുന്ന റാൻഡം നമ്പർ ഏത് റേഞ്ചിൽ വരുന്ന? 34 ദാ ഈ റേഞ്ചിൽ വരുന്നതല്ലേ. 2 എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്നതല്ലേ. സോ 2 കൊടുക്കുക. ശരിയല്ലേ? 70 എവിടെ വരുന്നത്? അതും 3 എന്ന് പറയുന്ന ഡിമാൻഡിന് നേരെ വരുന്നതാണ്. 3. 63യും സെയിം 3 തന്നെ. ആ രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്തേ താഴേക്ക്. ഇത്ര എഴുതിയോ? ഇനി നിങ്ങൾ ക്വസ്റ്റിനിലേക്ക് വരിക.
ഓപ്പണിംഗ് സ്റ്റോക്ക് വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. Currently, beginning first day, the store has a stock of 8 books plus 6 book ordered 2 days ago and expected to arrive next day. Okay, opening stock ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. എത്രയുണ്ട്? 8 ബുക്ക് ഉണ്ട്. 8 ബുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഓർഡർ ചെയ്തത് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതായത് ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റ് എന്ന് പറയും. ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇന്ന് കിട്ടത്തില്ല, ഫസ്റ്റ് ഡേ കിട്ടത്തില്ല, സെക്കൻഡ് ഡേയിലാണ് കിട്ടുന്നത്. ഇവിടെ ആണ് കിട്ടുന്നത് 6 ബുക്ക് കേട്ടോ. സോ അതൊന്ന് എഴുതിയിട്ടേ. നമ്മുടെ ഡേ 1 മുമ്പുള്ള ഡേ ഒരു ബുക്ക് എന്താണ് 6 ബുക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 6 ബുക്കിന്. ആ 6 ബുക്ക് ഫസ്റ്റ് ഡേ കിട്ടില്ല, സെക്കൻഡ് ഡേയിലേ കിട്ടുള്ളൂ. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് 2 days ago and expected to arrive next day. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് കൊടുക്കേണ്ട കോളം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടെക്സ്റ്റ് ഇല്ല. സോ എഴുതുക ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്, അതായത് ക്വാണ്ടിറ്റി റെസീപ്റ്റ് റിസീവ്ഡ്, അതാണ് ക്വാണ്ടിറ്റി റിസീവ്ഡ് ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ് എന്ന് തന്നെ എഴുതിക്കോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ്, അതുപോലെ മൈനസ് ഡിമാൻഡ്. ഇത് ചെയ്യുമ്പോഴാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് 8. ഫസ്റ്റ് ഡേയിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് അവൈലബിൾ ആണ് 8. ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റ് ഒന്നുമില്ല. ഡിമാൻഡ് മൈനസ് ചെയ്യണം. സോ 8 മൈനസ് 3 അല്ലേ വരുള്ളൂ. സോ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 5 വരും. ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റ് ഇല്ലല്ലോ. സോ 8 പ്ലസ് 0 മൈനസ് 3. ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 കിട്ടും. ഇനി കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 8 മൈനസ് 3 അങ്ങ് ചെയ്താലും മതി. 5 കിട്ടി. 5 കിട്ടിയല്ലോ. ഓക്കെ. അടുത്ത കോളം ക്വാണ്ടിറ്റി ഫോർ വിച്ച് ഓർഡർ പ്ലേസ്ഡ്. ഓക്കെ, ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 8 ആവുമ്പോൾ മാത്രമേ നമുക്ക് എത്ര ബുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ? 5 ബുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഓപ്ഷൻ എ. പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ടോ? എ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതാണ്ട് ഈ 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് ഞാൻ പറയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റ് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്. ഓർഡർ അങ്ങനെ വേണ്ട. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഇങ്ങനെ എഴുതിയാൽ മതിയേ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്, അതായത് ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഓർഡർ ചെയ്തു പക്ഷെ വന്നിട്ടില്ല, അങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ അത് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്. മനസ്സിലായോ? സോ ഇത് മൂന്നും കൂടെ ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ ലെസ് ദാൻ 8 ആണെന്നുണ്ടെങ്കിൽ, 8 ആണെങ്കിൽ പോലും പറ്റത്തില്ല, ലെസ് ദാൻ 8 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ? 5 ബുക്കിന് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡേയിലൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 8 ആണ്. ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട്, ഒരു 6 എണ്ണം കിടപ്പുണ്ട് അല്ലെ? ഒരു 6 എണ്ണം കിടപ്പുണ്ട്, കിട്ടാനുണ്ട് ഇല്ലേ? സോ അത് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഫസ്റ്റ് ഡേ നോക്കുമ്പോൾ അത് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് ആഡ് ചെയ്യണം. ക്വാണ്ടിറ്റി റിസീവ്ഡ് ഒന്നും ഇല്ല, ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ 0. 8 6 14 വരും. ലെസ് ദാൻ 8 ആണോ? അത് അല്ല, അതുകൊണ്ട്
ഫസ്റ്റ് ഡേ ഓർഡർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഡേയിലെ ഓപ്പണിംഗ് ഏതായിരിക്കും? ഫസ്റ്റ് ഡേയിലെ ക്ലോസിംഗ് ആയിരിക്കും. സോ അത് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. മനസ്സിലായോ? ഫസ്റ്റ് ഡേയിലെ ക്ലോസിംഗ് ആയിരിക്കും സെക്കൻഡ് ഡേയിലെ ഓപ്പണിംഗ്. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. സോ അത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ് മൈനസ് ഡിമാൻഡ്. 6, 5, 11 മൈനസ് 2 എത്ര വരും? 9 അല്ലെ? 9. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കണ്ടേ? നോക്കണം. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആഡ് ചെയ്തിട്ട് ലെസ് ദാൻ 8 ആണോ നോക്കണ്ടേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് വല്ലതും ഉണ്ടോ? ഇവിടെ ഓർഡർ ചെയ്താൽ മാത്രമേ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ വരുള്ളൂ, സെക്കൻഡ് ഡേയിൽ വരുള്ളൂ. ഇവിടെ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? ഫസ്റ്റ് ഡേ ഓർഡർ ചെയ്താൽ മാത്രമേ സെക്കൻഡ് ഡേ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ഗണത്തിൽ ഐറ്റം വരുള്ളൂ. നമ്മൾ ഇവിടെ ഓർഡർ ഒന്നും ഫസ്റ്റ് ഡേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് സെക്കൻഡ് ഡേയിൽ ഇല്ല. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ് അതേ ചെയ്യാൻ പറ്റുള്ളൂ. 6, 5, 11 വരും അല്ലെ? ഓർഡർ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ 6, 5, 11 ലെസ് ദാൻ 8 ആണോ? അല്ല. അപ്പൊ ഇവിടെയും പറ്റില്ല. തേർഡ് ഡേയിലേക്ക് വരുമ്പോ ഓപ്പണിംഗ് എത്രയാ? ഇതാണ് 9 ആണ്. ഇവിടെ വല്ല ഓർഡർ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർഡർ ചെയ്തിട്ടില്ല, അപ്പോ റിസീവ് ചെയ്യാനും ഇല്ല ഒന്നും, അല്ലെ? ശരിയല്ല ഞാൻ പറഞ്ഞേ? ഫസ്റ്റ് ഡേയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഡേയിലെ അറൈവ് ചെയ്യത്തുള്ളൂ എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ, ഓർഡർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഈ തേർഡ് ഡേയിൽ ഒന്നും തന്നെ ഇല്ല, റിസീവ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 6 ആണോ? 6. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് വല്ലതും ഉണ്ടോ? ഇവിടെ ഓർഡർ വന്നാലേ ഇവിടെ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് വരുള്ളൂ. തേർഡ് ഡേയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് വരുള്ളൂ. ഇവിടെ നമ്മൾ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്ങും ഇല്ല. ചുരുക്കം പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, അല്ലേ? 9 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ലെസ് ദാൻ 8 ആണോ? അല്ല. അപ്പൊ ഓർഡർ ചെയ്യാൻ പറ്റില്ല. പിടികിട്ടുന്നുണ്ടോ പറയുന്നത്? അടുത്ത ഓപ്പണിംഗ് 6 ആണ്. ക്വാണ്ടിറ്റി റിസീപ്റ്റ്. ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്താലേ ഇവിടെ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അതും ഇല്ല. ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് 3 അല്ലേ? ക്വാണ്ടിറ്റി ഇത് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 6. ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ? ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ ഓർഡർ ചെയ്താലേ ഇവിടെ ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് വരുള്ളൂ 4ാമത്തെ ഡേയിൽ. സോ ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല. റെസിപ്റ്റ് വല്ലതും ഉണ്ടോ? അതും ഇല്ല. സോ 6 ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, 6 ഉള്ളൂ. ഇറ്റ് ഈസ് ലെസ് ദാൻ 8. സോ നമുക്ക് 5 ബുക്കിന് ഓർഡർ കൊടുക്കരുതോ? 5 ബുക്കിന് ഓർഡർ കൊടുക്കാം. മനസ്സിലായോ? ഇവിടെ 6 ആണ് വന്നത് ആകപ്പാടെ. ലെസ് ദാൻ 8 ആണ്. സോ ഓർഡർ ചെയ്യാം. ഓക്കെ. ഇവിടെ ഓർഡർ ചെയ്തല്ലോ. ഇവിടെ ഓർഡർ ചെയ്യുമ്പോ ഇവിടെ ഈ സാഹചര്യത്തിൽ അത് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ അതെന്താ, അല്ലെങ്കിൽ 5ാമത്തെ ഡേ വരുമ്പോ അതെന്തുവാ? ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കും. അത് ഓർത്തോണം. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡേ അത് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. വരാനുള്ളതല്ലേ, അത് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ 3 വരും അല്ലെ? ഓപ്പണിംഗ് സ്റ്റോക്ക് 3. 5th ഡേയിൽ 3 ആണ്. 5th ഡേയിൽ 3. ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ടോ? ഇല്ല. ഈ 5 ബുക്ക് ഓർഡർ ചെയ്തത് ഈ ദിവസം കിട്ടില്ല, ഇത് ഇവിടെ കിട്ടുള്ളൂ. ഈ 5 ബുക്കിന്റെ ഓർഡർ 5ാമത്തെ ഡേയിൽ കിട്ടില്ല. 4th ഡേയിൽ നമ്മൾ 5 ബുക്കിന് ഓർഡർ കൊടുത്തു, അതൊരിക്കലും 5ാമത്തെ ഡേ കിട്ടില്ല. അത് കഴിഞ്ഞുള്ള 6ാമത്തെ ഡേ കിട്ടുള്ളൂ. സോ നിങ്ങൾ ഇവിടെ ഓർഡർ കൊടുക്കുമ്പോ തന്നെ അത് ഇവിടെയും കൂടെ എഴുതി ഇടുക കേട്ടോ. ഓക്കെ. അപ്പൊ 3 ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഇല്ല.
ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? ക്ലോസിംഗ് സ്റ്റോക്ക് 0 വരും. ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കി? ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കി? ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് 3 ഉണ്ട്. ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഒരു 5 കിടപ്പുണ്ട്. ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഒരു 5 കിടപ്പുണ്ട്. അതായത് 4ാമത്തെ ഡേയില് ബുക്ക് ചെയ്ത 5 ബുക്കിന്റെ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട്. 5 3 8 അല്ലേ? 8 ഈസ് ഈക്വൽ ടു 8 നോട്ട് ലെസ് ദാൻ 8 അല്ലെ? ലെസ് ദാൻ 8 അല്ലല്ലോ, ഈക്വൽ അല്ലേ? 8 ഈക്വൽ ടു 8 അല്ലേ? പറ്റത്തില്ല. ലെസ് ദാൻ 8 വന്നാലേ നമുക്ക് ബുക്കിന് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ ബുക്കിന് ഓർഡർ ഇല്ല. ശരിയല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞു. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 0 ആയിരിക്കും. ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ട് 5. എങ്ങനെ വന്നു? ഇവിടെ ബുക്ക് ചെയ്തത് 6ാമത്തെ ഡേയിലാണ് വന്നത്. സോ അതിവിടെ കൊടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ? എങ്ങനെയാ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് മൈനസ് ഡിമാൻഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 0 പ്ലസ് 5 മൈനസ് 3. 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 വരും അല്ലെ? ക്ലോസിംഗ് സ്റ്റോക്ക് ശരിയല്ലേ? 2 വരത്തില്ലേ? ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കി? ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഇക്വേഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലസ് ക്വാണ്ടിറ്റി റെസീവ്ഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 0 ആണ്. ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി റിസീവ്ഡ് ഉണ്ട് 5. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ? ഇവിടെ ഓർഡർ ചെയ്താലേ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് വരുള്ളൂ. 6ാമത്തെ ഡേയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വരുള്ളൂ. സോ ഔട്ട്സ്റ്റാൻഡിംഗും ഇല്ല. സോ ആകെപ്പാടെ 5 ഉള്ളൂ. 5 അല്ലെ? സോ നമുക്ക് 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 8 അല്ലേ? അപ്പൊ 5 ബുക്കിന് ഓർഡർ കൊടുക്കരുത്? കൊടുക്കാം. 5 ബുക്കിന് ഇവിടെ ഓർഡർ കൊടുക്കുമ്പോ അത് കിട്ടുന്ന എണ്ണ ഈ ഡേയില. ശരിയല്ലേ പറഞ്ഞേ? ശരിയാണോ പറഞ്ഞേ? 5 ബുക്കിന് ഇവിടെ ഓർഡർ കൊടുക്കുമ്പോ അതെന്നാ കിട്ടുന്നത്? ഇവിടെ 7ാമത്തെ ഡേയിലാണോ? 7ാമത്തെ ഡേയിൽ അത് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. 8ാമത്തെ ഡേയിലാണ് റിസീപ്റ്റ് ആവുന്നത്. സോ അതിവിടെ കാണിക്കുക കേട്ടോ. ഓക്കെ, അതവിടെ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി നമ്മൾ 7th ഡേയിലേക്ക് വരിക. അവിടെ ഓപ്പണിംഗ് 2 ആണ്. ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ടോ? ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഇല്ല. കാരണം ഈ 5 ബുക്കിന്റെ ഓർഡർ കിട്ടുന്നത് 8ാമത്തെ ഡേ ആണ്. സോ ഇവിടെ കിട്ടില്ല. ഇവിടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് കാണേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ് മൈനസ് ഡിമാൻഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 2 മൈനസ് 2 0 വരുമെന്ന് തോന്നുന്നു അല്ലെ? 0 വരും. ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നോക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 2 പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഇവിടെ ബുക്ക് ചെയ്തില്ലായിരുന്നു നമ്മള്. സോ അത് 7ാമത്തെ ഡേയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സോ 5 + 2 7. 7 ലെസ് ദാൻ 8 ആണ്. സോ ബുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യരുതോ? ഓർഡർ ചെയ്യാം. ലാസ്റ്റിലേക്ക് വരുമ്പോ 8ാമത് വരുമ്പോ 0 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 5 - 2 അല്ലേ വരത്തുള്ളൂ? 3. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് 5 - 2. ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ് മൈനസ് ഡിമാൻഡ് 3 വരും. ബുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് 0 പ്ലസ് 5. ഇവിടെ ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടല്ലേ? 7ാമത്തെ ഡേയിൽ നമ്മൾ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ 8ാമത്തെ ഡേയിൽ ഔട്ട്സ്റ്റാൻഡിംഗും ഉണ്ട്, റെസീപ്റ്റും ഉണ്ട്. 3 കാര്യങ്ങളും ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ഓർഡർ ക്വാണ്ടിറ്റി റെസീപ്റ്റും ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗും ഉണ്ട്. സോ എത്ര വരും? 8 കൂടുതൽ വരും അല്ലെ? 5 + 5 10. എന്തായാലും ഉണ്ട്. 10 ഉണ്ട്. പറ്റത്തില്ല. ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. 10 ഉണ്ടല്ലോ. ഈ ഒരു 5ഉം ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 വരും. സോ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ ഇവിടെ വരുമ്പോ 3. ഇവിടെ ഓർഡർ ചെയ്തത് നമ്മൾ ഇവിടോട്ട് എഴുതാൻ മറന്നുപോയി. ഇവിടെ എഴുതണമായിരുന്നു. ഞാനും മറന്നു, നിങ്ങളും മറന്നു. ഇവിടെ എഴുതണം. ഇവിടെ ഓർഡർ ചെയ്യുമ്പോഴേ അത് ഇവിടെ അങ്ങ് എഴുതിക്കണം കേട്ടോ. 5 ബുക്കിന് ഓർഡർ ഉണ്ട്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 5 3 8 നിന്ന് പോയാൽ 7 ആണോ? അതെ, 7 ആണ്. ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കി? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 3. ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ് 5 ഉണ്ട്. 5 3 8 ആയി. ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല.
8 ഈക്വൽ ടു 8 ആണ്, പറ്റത്തില്ല. ലെസ് ദാൻ 8 വരണം, പറ്റത്തില്ല, ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. then ഇവിടെ 7 ക്വാണ്ടിറ്റി റെസിപ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ ഒന്നും ഓർഡർ ഒന്നും നമ്മൾ ചെയ്തില്ലല്ലോ, ഇവിടെ ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ കിട്ടാനൊന്നും വകുപ്പില്ല, ക്വാണ്ടിറ്റി റെസിപ്റ്റിൽ കിട്ടാനൊന്നും വകുപ്പില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് 7 - 3 4 ആണോ? ഓക്കെ. ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ് 7 അല്ലേ ഉള്ളൂ, ലെസ് ദാൻ 8 അല്ലേ, സോ 5 ബുക്കിന് ഓർഡർ കൊടുക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ. ഇവിടെ എത്ര തവണ ഓർഡർ ചെയ്യുന്നുണ്ട്? 4 തവണയാണോ? 1 2 3 4. ഓക്കെ, 4 തവണ ഓർഡർ വരുന്നുണ്ട്, 4 ഓർഡർ കൊടുക്കുന്നുണ്ട്, 4 തവണ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒന്ന് നോക്കാം. ഓർഡറിംഗ് കോസ്റ്റ് 4 ഓർഡറിന് എത്ര രൂപയാണെന്ന് എല്ലാം പറയുന്നുണ്ടോ? ക്വസ്റ്റിൽ നോക്കി ഓർഡറിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ടോ എന്ന്. 10 പെർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ 40. ക്യാരിയിങ് കോസ്റ്റ് എത്ര? ക്യാരിയിങ് കോസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ കൂടെ എടുക്കണേ, 39 അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ എടുക്കണേ, 39 അല്ലേ? സോ ക്ലോസിംഗ് സ്റ്റോക്ക് വെക്കുന്നതായിരിക്കും, അതായത് ഒരു വെയർ ഹൗസില് ബാക്കി വരുന്ന സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ വെയർ ഹൗസിൽ ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാവും അല്ലെ? സോ അത് എത്രയാണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട് 0.50. അങ്ങനെ 39. 0.50 into 39 എത്ര വരും? 19.50 അല്ലെ? സോ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ടോട്ടൽ കോസ്റ്റ് നമുക്കൊരു 59.50 കിട്ടിയല്ലോ എല്ലാവർക്കും? ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഇക്വേഷനുകൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. അതാണ്ട് കണ്ടോ ഈ ഇക്വേഷൻസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റിസീവ്ഡ് മൈനസ് ഡിമാൻഡ്. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. സോ അത്തരത്തിലുള്ള ആ കിട്ടാനുള്ളതായിട്ടുള്ള ഓർഡേഴ്സ്, അത് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്, ഓർഡർ ചെയ്ത് കിട്ടിയത്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് ലെസ് ദാൻ 8 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഓക്കെ, ഇതാണ് ആ ഒരു പ്രോബ്ലം. ഇതിന്റെ ഓപ്ഷൻ ബി ഇനി നമുക്ക് ചെയ്യണമല്ലോ. ചെയ്യാവോ? ഓപ്ഷൻ ബി എന്താ പറയുന്നു? ഓപ്ഷൻ ബി ചെയ്താലോ? ഓപ്ഷൻ ബി ചെയ്യാം. ഒരുമിച്ച് തന്നെ ചെയ്യാം കേട്ടോ. മുകളിലോട്ട് ഇട്ടെ. ഓപ്ഷൻ ബി അതേപോലെ തന്നെ നിങ്ങൾ ഡേയും റാൻഡം നമ്പറും എഴുതിക്കും. $89, $34, $70,
63, 61, 81, 39, 16, 13, 73. ഡിമാൻഡ്, കറസ്പോണ്ടിങ് ഡിമാൻഡ് കൂടെ എഴുതും. ത്രീ 2 3 3 3 3 2 2 1 3 അല്ലെ, ശരിയല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെയും സെയിം തന്നെയാണ്, 8 അല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ്, ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ്, അതായത് നേരത്തെ ഓർഡർ ചെയ്തത് കിട്ടുന്നത് എഴുതാനുള്ള കോളമാണിത്, ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, order quantity for which order placed, quantity for which order placed. ഞാൻ ഇക്വേഷനുകൾ ഒന്നുകൂടെ എഴുതി വെക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പറഞ്ഞു ക്വാണ്ടിറ്റി റിസീവ്ഡ് മൈനസ് ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഫോർ വിച്ച് ഓർഡർ പ്ലേസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓർഡർ ചെയ്ത് കിട്ടാനുള്ളത്, ഓർഡർ ചെയ്ത് കിട്ടിയത്, ഇത്രയും കൂടെ ആഡ് ചെയ്ത് ഇവിടെ നോക്കണ്ട എങ്ങനെയാ? ലെസ് ദാൻ, ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലെസ് ദാൻ 8 തന്നെയാണ്. ലെസ് ദാൻ 8 വരുമ്പോ എത്ര ബുക്ക് ഓർഡർ ചെയ്യണമെന്ന് പറയുന്നത്? 8 ബുക്ക് ഓർഡർ ചെയ്യണമെന്ന്. നേരത്തെ 5 ആയിരുന്നു, ഇവിടെ 8 ബുക്ക് ഓർഡർ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അതേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് നോക്കാം, റെഡി അല്ലേ? ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ടോ ഫസ്റ്റ് ഡേയില്? ഇല്ല, ഫസ്റ്റ് ഡേയിൽ ഇല്ല. അവിടെ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഡേക്ക് മുമ്പുള്ള ഡേ ഓർഡർ ചെയ്തത് എന്നാ കിട്ടുന്നത്? നെക്സ്റ്റ് ഡേ ആ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. സോ കിട്ടുന്നത് എന്നാണ്? ഇവിടെയാണ്. 8 ബുക്കാണ് കിട്ടുന്നത്. 8 ബുക്കിന്റെ ഓർഡർ ആണ് ഇവിടെ കേട്ടോ. 8 ബുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ ഡേയിലാണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ് മൈനസ് ഡിമാൻഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 8 ആണ്, ക്വാണ്ടിറ്റി റിസീവ്ഡ് ഇല്ല, മൈനസ് ഡിമാൻഡ്, അപ്പൊ 5 വരും അല്ലെ, ശരിയല്ലേ? നോക്കിക്കേ, ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ലെസ് ദാൻ 8 ആണോ നോക്കിക്കേ. ഓപ്പണിംഗ് സ്റ്റോക്ക് 8, ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട്, 8 കിടപ്പുണ്ട്. ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്ങിന് 8 കിടപ്പുണ്ട്. ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്ങിന് 8 കിടപ്പുണ്ട്. ഇതാ ഈ 8 രണ്ടാമത്തെ ഡേ ആ കിട്ടുന്നത്. ഒരു ഫസ്റ്റ് ഡേയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സോ 8 8 16 തന്നെ ആയി. സോ ലെസ് ദാൻ 8 ആണോ? ലെസ് ദാൻ 8 ആണോ? അല്ല, ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ലെസ് ദാൻ 8 വന്നാൽ മാത്രമേ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ഏതായിരിക്കും? 5 ആയിരിക്കും. ഈ ക്ലോസിംഗ് ആണ് ഇവിടുത്തെ ഓപ്പണിംഗ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചേ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്വാണ്ടിറ്റി റിസീവ്ഡ്, അതായത് 8 5 14 അല്ലെ, 13. 8 5 13, 13 2 കുറച്ച് കഴിഞ്ഞാൽ 11. ക്ലോസിംഗ് സ്റ്റോക്ക് 11 ആണോ? അല്ല, 9 അല്ലേ, സോറി. 8 5 14 12 13, 13 2 പോയാൽ 11 അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് 5. ഓ, 8 ബുക്ക് അല്ലല്ലോ ഓർഡർ കൊടുത്തിരിക്കുന്നത്, 6 ബുക്കാ അല്ലേ? ആദ്യമേ 6 ബുക്കായിരുന്നു ഓർഡർ കൊടുത്തത് അല്ലേ? ഓ ശരി. 2 ദിവസം മുമ്പ് ഓർഡർ കൊടുത്തത് എത്ര ബുക്കായിരുന്നു? 6 ബുക്കായിരുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 5 11, 11 2 പോയാൽ 9. ശരി, 9.
ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഓപ്പണിംഗ് സ്റ്റോക്ക് 5, ഓർഡർ ക്വാണ്ടിറ്റി റിസീപ്റ്റ് 6, ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും ഇല്ല. 6ഉം 5ഉം 11. ലെസ് ദാൻ 8 ആണോ? അല്ല, അതുകൊണ്ട് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഓപ്പണിംഗ് 9, ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഒന്നും ഇല്ല. ദാണ്ട് ഇവിടെ ഓർഡർ ചെയ്താൽ, ഇവിടെ നമ്മൾ ഒരു 8 ബുക്കിന് ഓർഡർ ചെയ്തിരുന്നതിൽ മാത്രമേ ഇവിടെ 8 ബുക്ക് കിട്ടത്തുള്ളായിരുന്നു. സോ ഇവിടെ ഓർഡർ ചെയ്യാത്രത്തോളം നമുക്ക് അവിടെ 8 ബുക്ക് കിട്ടില്ല, ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. സോ അത് വിട്ടേരെ. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചേ. 9 - 3 6 വരും അല്ലെ. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് 9, ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല, റിസീവ്ഡും ഇല്ല, ലെസ് ദാൻ 8 അല്ല, അതുകൊണ്ട് പറ്റത്തില്ല. അടുത്തത് ഓപ്പണിംഗ് 6 വരും, ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും ഇല്ല. ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് വരണമെന്നുണ്ടായിരുന്നേ രണ്ടാമത്തെ ഡേ നമ്മൾ ബുക്ക് ചെയ്യണമായിരുന്നു, ഓർഡർ ചെയ്യണമായിരുന്നു. പക്ഷെ ഓർഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ? അറിയുന്ന 3 ആണോ? ഓക്കെ. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ലെസ് ദാൻ 8 ആണോ നോക്കി. ഓപ്പണിംഗ് സ്റ്റോക്ക് 6, ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല, ഓർഡർ റിസീവ്ഡും ഇല്ല. ലെസ് ദാൻ 8 ലെസ് ദാൻ 8 ആണ്. 6 മാത്രമല്ലേ ഉള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമല്ലേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ എത്ര ബുക്കിന് ഓർഡർ കൊടുക്കാം? 8 ബുക്കിന് ഓർഡർ കൊടുക്കാം. ഈ 8 ബുക്കിന് ഇവിടെ ഓർഡർ കൊടുക്കുമ്പോൾ അത് എന്താ കിട്ടുന്നത്? 6ാമത്തെ ഡേയിലാണ് കിട്ടുന്നത്. ഈ ഡേയിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതായത് 5th ഡേക്ക് ആ ഒരു ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, അത് ഓർത്തോണേ. ഓക്കെ. 3നെ താഴോട്ട് ഇറക്കി, അതായത് ക്ലോസിങ്ങിനെ ഓപ്പണിംഗ് ആക്കി. ഇവിടെ റെസിപ്റ്റ് ഒന്നും ഇല്ല. ഇവിടെ റെസിപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യണം അല്ലെ. അല്ല, ഇവിടെ ഓർഡർ ചെയ്യണം. ഇവിടെ ഓർഡർ ചെയ്താലേ ഇവിടെ കിട്ടത്തുള്ളൂ, ഇവിടെ ഓർഡർ ചെയ്താലേ ഇവിടെ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ ഓർഡർ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ കിട്ടത്തില്ല. ഓക്കെ. 3. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 0. ക്ലോസിംഗ് സ്റ്റോക്ക് 0 അല്ലേ? 0 ആണ്. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് 3 ഉണ്ട്, ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു 8 ഉണ്ട്. അപ്പൊ 8ഉം 3ഉം 9, 10, 11 ആയി. പറ്റത്തില്ല, നടക്കത്തില്ല. ലെസ് ദാൻ 8 അല്ല, 11 ഉണ്ട്. ഓക്കെ. ഇവിടെ 0 വരും, ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ട്, അപ്പൊ 8 മാത്രമേ ഉള്ളൂ അല്ലേ. 8 - 3 5 വരും, ശരിയല്ലേ? 5 വരും. ക്വാണ്ടിറ്റി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് 0 പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഒരു 8. 8 = 8 ആണെന്ന് തോന്നുന്നല്ലേ. പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് മാത്രമേ ഉള്ളൂ സാഹചര്യത്തിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് 0 ആണ്, ഔട്ട്സ്റ്റാൻഡിംഗും ഇല്ല. സോ 8 = 8 ആണ്, അതുകൊണ്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ദെൻ 5. ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഓർഡർ ചെയ്യണം? ഇവിടെ ഓർഡർ ചെയ്തിരിക്കണം. പക്ഷെ ഓർഡർ ചെയ്തിട്ടില്ല, അപ്പൊ വരില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 3 ആണോ? ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് 5, ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് ഇല്ല, 5. അപ്പൊ 5 ഉള്ളൂ, പ്ലേസ് ചെയ്യാം അല്ലേ. പ്ലേസ് ചെയ്യരുതോ? പ്ലേസ് ചെയ്യാം. 8, 5 മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ 8 ആണ്, അതുകൊണ്ട് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യാം, എന്താ പ്രശ്നം? അടുത്ത 3. ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന എവിടെയാ? ഇവിടെ അല്ലേ. അത് എഴുതി ഇട്ടേക്കണേ, മറക്കരുത്. നമ്മൾ പലപ്പോഴും അത് മറക്കുന്നുണ്ട്. സോ മറക്കാതെ അത് എഴുതിയിടുക. ഇവിടെ അത് സംബന്ധിച്ചിടത്തോളം ഔട്ട്സ്റ്റാൻഡിംഗും ആണ്. 8ാമത്തെ ഡേയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഔട്ട്സ്റ്റാൻഡിംഗും ആണ്. ആ ഒരു 8 ബുക്ക് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ക്വാണ്ടിറ്റി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സോ ഇവിടെ റെസിപ്റ്റ് ഇല്ല, ഇവിടെ റെസിപ്റ്റ് ഒന്നും ഇല്ല. ഇവിടെ റെസിപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യണം, പക്ഷെ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കിട്ടത്തില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 1 അല്ലേ. ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? 3 + 8 9, 10. 3 + ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് 8 കിടപ്പുണ്ട്. 9, 10, 11 പറ്റത്തില്ല. 11 വരുന്നത്. 11 ലെസ് ദാൻ 8 ആണോ?
അല്ല. സോ പറ്റില്ല. ലാസ്റ്റിലേക്ക് വരുമ്പോ 1 ഓർഡർ റെസിപ്റ്റ് ഉണ്ട്. ഇപ്പോ ക്ലോസിംഗ് സ്റ്റോക്ക് 8 പോയാ 8 ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ റെസിപ്റ്റ് പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് 8 പറ്റത്തില്ല. 9 ലെസ് ദാൻ 8 ആണ് അല്ലെ, പറ്റത്തില്ല. പിന്നെ 10ാമത്തെ വരുമ്പോ 8 റെസിപ്റ്റ് ഒന്നും ഇല്ല. ഇവിടെ റെസിപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്തിരിക്കണം. ഓർഡർ ഇല്ലല്ലോ, സോ വരത്തില്ല. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 5 ഓർഡർ ചെയ്യാൻ പറ്റുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി റെസിപ്റ്റ് പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും ഇല്ലതാനും. അങ്ങനെയാണെങ്കിൽ 8 = 8 ആണ്, പറ്റത്തില്ല. ലെസ് ദാൻ 8 വന്നാൽ മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എത്ര ഓർഡറേ ഉള്ളൂ? 2 ഓർഡറേ ഉള്ളൂ. 2 ഓർഡർ. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടലും കൂടെ ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ടോട്ടൽ കൂടെ എത്ര വരും? $45 ആണോ? 45. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചേ. ഓർഡറിംഗ് കോസ്റ്റ് എത്ര വരും? 2 × 10 അല്ലെ? 2 × 10 that is equal to 20. ക്യാരിങ് കോസ്റ്റ് എത്ര വരും? 45 × 0.5 22.5. മൊത്തം ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ഓപ്ഷൻ ബിയില് 42.50. മറ്റേ കേസിൽ എത്ര ആയിരുന്നു? 59.50 ആയിരുന്നു. സോ ഓപ്ഷൻ ബി ഈസ് ബെറ്റർ അല്ലെ? നമുക്ക് എഴുതാം ഓപ്ഷൻ ബി ഈസ് ബെറ്റർ because it has low inventory cost. സെറ്റ് അല്ലേ? സീനുണ്ടോ? എന്തോ സീനാ? പതിയെ എഴുതിയാൽ മതി. ഇതൊന്നുകൂടെ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്ന് തന്നെ നമ്മൾ ഇന്ന് ചെയ്ത 2 പ്രോബ്ലംസും ചെയ്തു നോക്കുക. എസ്പെഷ്യലി ഇതായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. സോ ഇത് ഒരു 2 ഓപ്ഷൻ ഉണ്ടല്ലോ, 2 ഓപ്ഷനും കൂടെ ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ മതി. കൂടുതലൊന്നും വേണ്ട. ഒന്നുകൂടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പൊരുൾ മനസ്സിലാവും, കൺസെപ്റ്റ് മനസ്സിലാവും, ക്ലിയർ ആവും. പ്രോബ്ലം പിന്നെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് വേണ്ട പോലെ യൂസ് ചെയ്യുക കേട്ടോ. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇതിൽ എന്തെങ്കിലും സംശയം? ഇത്രയും പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ?
ഇലിസ്ട്രേഷൻ 16 എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ? അത് ഇലിസ്ട്രേഷൻ 16 പറഞ്ഞു തരണോ? ഇലിസ്ട്രേഷൻ 15 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ പറ്റുമായിരിക്കും. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമുള്ള ഏരിയകളല്ല. അതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇലിസ്ട്രേഷൻ 15 കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ്. അതെ, സെയിം തന്നെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇലിസ്ട്രേഷൻ 16 സംശയമുണ്ടോ? അതെങ്ങനെയാണ് ആ ഒരു ടേബിൾ സിമുലേറ്റഡ് ഡാറ്റ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതിൽ സംശയമുണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം വേണം ഞാനൊന്ന് പറഞ്ഞുതരാം. ആ സിമുലേറ്റഡ് ഡാറ്റ എങ്ങനെയാണെന്നുള്ളത്. ക്യുമുലേറ്റീവ് പ്രോബിലിറ്റിയും അതുപോലെ റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. സോ അത് ഞാൻ ഇനിയും പറയുന്നില്ല. അവിടെ എങ്ങനെയാണ് ആ ഒരു സിമുലേറ്റഡ് ഡാറ്റ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊന്ന് മായ്ച്ചോട്ടെ. നിങ്ങൾ അപ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ നോക്കി. ഇലിസ്ട്രേഷൻ 16. സിമുലേറ്റഡ് ഡാറ്റ ഇലിസ്ട്രേഷൻ 16 ആണ്. ഇലിസ്ട്രേഷൻ 16 ഡേയ്സ് 1 2 3 4 5 6 7 8 9 10 ഇനി വേണം 5 അല്ലേ? ടാസ്ക് ആണ് കുട്ടികളെ. കാണാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലെ?
റാൻഡം നമ്പേഴ്സ് 20, 63, 46, 45, 41, 44, 66, 87, 26, 78, 40, 29, 92, 21. ഇത്രയല്ലേ പ്രൊഡക്ഷൻ റേഞ്ച് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവല്ലോ. ഓരോ റാൻഡം നമ്പർ നോക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഞ്ച് കണ്ടുപിടിച്ച് അതിന്റെ പ്രൊഡക്ഷൻ എത്രയാണെന്ന് പറ. 98 നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. അതും കൂടെ അങ്ങ് എഴുതിക്കോ. 101, 100, 98, 100, 100, 100, 101, 103, 99, 102, 100, 99, 99, 104, 98. Okay. ഇവിടെ ഒരു കപ്പൽ, അതിലുള്ള സ്പേസ് എന്ന് പറയുന്നത് 101 കാറിനാണ്. 101 കാറ് കയറ്റാനുള്ള സ്പേസ് ആ ഒരു ഷിപ്പിലുണ്ട്, ആ ഒരു ഫെറിക്കകത്തുണ്ട്. ക്വസ്റ്റ്യൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഫെറി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ പ്രൊഡക്ഷൻ 98 ആണെന്നുണ്ടെങ്കിൽ എത്ര കാറ് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കാറ് കയറ്റാനുള്ള സ്പേസ് ആ ബോട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. എംപ്റ്റി സ്പേസ് in the boat is in the waiting number of cars. പ്രൊഡക്ഷൻ 98 ആണ്. ആ സാഹചര്യത്തില് നമ്മൾ 98 കാറ് ആ ഒരു ഫെറിയിലേക്ക്, ആ ഒരു കപ്പലിലേക്ക് കയറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കാറിനുള്ള സ്പേസ് കൂടെ ഉണ്ടാവും അവിടെ? എംറ്റി ആയിട്ട് കിടക്കും, കുറച്ച് സ്പേസ് എംറ്റി ആയിട്ട് കിടക്കും. അല്ല, 101 കാറ് കയറേണ്ടടുത്ത് എത്ര കയറുന്നുള്ളൂ? 98 കയറുന്നുള്ളൂ. സോ 99, 100, 101, 3 കാറ് കൂടെ കയറ്റാനുള്ള സ്പേസ് ആ ഒരു ഫെറിയിലുണ്ട്. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് 101 കാറാണ്. 101 കാറാണെന്നുണ്ടെങ്കിൽ വെയിറ്റും ചെയ്യേണ്ടി വരത്തില്ല, അവിടെ സ്പേസ് ഒന്നും ഉണ്ടാവില്ല, കൃത്യമായിരിക്കും. 101 കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കറക്റ്റ് 101 കാറ് കയറ്റാനുള്ള ആ ഒരു സ്പേസ് ആ ഫെറിയിലും ഉണ്ട്. അവിടെ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരില്ല, എംറ്റി ആയിട്ട് സ്പേസും കിടക്കില്ല. 100 കാറാണെങ്കിലോ, തേർഡ് ഡേയിൽ 100 കാറാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. 101 കാറ് കയറ്റാനുള്ള സ്ഥലമുണ്ട്. സോ എന്ത് ചെയ്യും? ഒരു സ്പേസ് എംറ്റി ആയിട്ട് കിടക്കും. 101 കാറ് കയറ്റാൻ സ്പേസ് ഉള്ള ആ കപ്പലിലേക്ക്, ആ ഫെറിയിലേക്ക് 100 കാറേ കയറ്റുന്നുള്ളൂ. ഒരു കാറ് കയറ്റാനുള്ള സ്പേസ് എംറ്റി ആണ്, അല്ലെ? അതുപോലെ 98, അടുത്തത് 98 ആണ്. 98 കാറ് പ്രൊഡക്ഷൻ നടത്തുന്നു, 101 കാറിനുള്ള സ്പേസ് ഉണ്ട്. 98ന്ന് 101 പോയ ബാക്കി എത്ര ഉണ്ട്? 3 കാറ് കയറ്റാനുള്ള സ്പേസ് ബാക്കിയാണ്. സോ അത് 3 വരും. മനസ്സിലായോ? അടുത്ത 100 ആണ്. 100ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണോ, ഓരോ സ്പേസ് വെച്ച് വരും, അല്ലെ? ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. 101 ആണെങ്കിൽ സ്പേസേ ഇല്ല. 103 ആണെങ്കിലോ, 101 കാറ് കയറ്റാനുള്ള കപ്പാസിറ്റിയെ ആ കപ്പലിലുള്ളൂ, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 103. അപ്പൊ എന്ത് ചെയ്യും? 101 കാറ് നമ്മൾ കയറ്റി വിടും, ബാക്കി 2 എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യേണ്ടി വരും. അറിയത്തില്ലേ? സോ അവിടെ നമ്മൾ ഇവിടെ എഴുതണം, വെയിറ്റിംഗ് നമ്പർ ഓഫ് കാർസ് എന്ന് പറഞ്ഞ് 2 അവിടെ എഴുതണം. മനസ്സിലായോ? അടുത്ത 99 പ്രൊഡക്ഷൻ നടത്തുന്നു, 101നുള്ള സ്പേസ് ഉണ്ട്. അപ്പോ എന്താണ്? 2 കാറ് കയറ്റാനുള്ള സ്പേസ് എംറ്റി ആണ്. ശരിയല്ലേ പറഞ്ഞേ? അടുത്തതിലേക്ക് വരുമ്പോ
102 കാർ പ്രൊഡക്ഷൻ നടത്തുന്നു. 102 കാർ പ്രൊഡക്ഷൻ നടത്തുന്നു. 101 സ്പേസേ ഉള്ളൂ. സോ ഒരു കാർ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. 100 നടത്തുന്നു. 100 പ്രൊഡക്ഷൻ. 101 സ്പേസ് ഉണ്ട് അല്ലെ? സോ ഒരു കാറിനുള്ള എംറ്റി സ്പേസ് ഉണ്ടാവും. 99 പ്രൊഡക്ഷൻ നടത്തുന്നു. 101 സ്പേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സ്പേസ് എംറ്റി ആവില്ലേ? 104 പ്രൊഡക്ഷൻ നടത്തുന്നു. 104 പ്രൊഡക്ഷൻ നടത്തുകയാണ്. 101 സ്പേസേ ഉള്ളൂ. അപ്പൊ 101 നമ്മൾ കയറ്റി വിടും. ബാക്കി 3 നമ്പർ ഓഫ് കാർസ് വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ദെൻ 98. ലാസ്റ്റത്തെ എന്താണ്? 98. 98 ആകുമ്പോൾ 3 എംറ്റി സ്പേസ് വരും അല്ലെ? ശരിയല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കുക, ഇതിന്റെ ടോട്ടൽ എടുക്കുക. എത്ര വരും? ഇത് 6 വരും, ഇത് 18 വരും. ശരിയല്ലേ? എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? What will be the average number of cars waiting to be shipped? What will be the average number of cars waiting to be shipped? എങ്ങനെ കണ്ടുപിടിക്കാം? average number of cars waiting to be shipped എത്രയായിരുന്നു? 6 divided by പറഞ്ഞോ 15 ചെയ്താൽ മതി. 0.40 per day. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താ? What will be the average number of empty space? What will be the average number of empty space? അല്ലേ? ശരിയല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? എംറ്റി സ്പേസ് നമ്മുടെ ഉണ്ട്. എത്രയാ? 18 divided by 15 ചെയ്താൽ മതി. That is 1.2 per day. കണ്ടോ? സിമ്പിൾ അല്ലേ? സീനുണ്ടോ? ഒരു പ്രശ്നമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി സിമുലേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് ആവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ഡയറക്റ്റ് ചോദിക്കാറുണ്ട്, അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ദയവേത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക, കേട്ടോ. അസൈൻമെന്റ് പ്രോബ്ലം ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും സിമുലേഷൻ ആണെങ്കിലും എല്ലാം ചെയ്ത് തന്നെ പഠിക്കുക. എന്നാലേ നിൽക്കുള്ളൂ മൈൻഡിൽ. നോക്കി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ചുമ്മാ നോക്കിയാൽ പോലും ഇത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, നാളെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ.